ബെൻസൺ, ഇപ്പോൾ ഈ സമയമൊന്നുമില്ല അധികം, നമ്മൾക്ക് അങ്ങനെ വിലയിരുത്തലുകൾ നടത്താനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനുള്ള സമയമോ ഒന്നുമില്ല. ഇനിയിപ്പം ഡയറക്റ്റ് ആയിട്ട് പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണി തുടങ്ങുക എന്നത് മാത്രമാണ്. 1-2 ബൂത്തുകളൊക്കെ എണ്ണി തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വഴിക്കടവും മൂത്തേടവും ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ട്രെൻഡൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും. അവസാനവട്ട കാഴ്ചകൾ നിലമ്പൂരിൽ നിന്ന് എന്താണ് ബെൻസൺ? ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, സനീഷ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ സമീപത്താണുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്തായിരുന്നു, ഇപ്പോൾ എത്തിച്ചേരുന്നേ ഉള്ളൂ. 8 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി, ഈ പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ വഴിക്കടവാണ് ആദ്യം എണ്ണി തുടങ്ങുന്നത്. വഴിക്കടവിലെ ബൂത്തുകളാണ് ആദ്യം എണ്ണി തുടങ്ങുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണക്കുകൂട്ടലുകളിൽ വഴിക്കടവിൽ UDF 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ 1000 വോട്ടിൻ്റെ ലീഡ് നേടുമെന്നൊരു കണക്കുകൂട്ടൽ LDFന് നേരത്തെ തന്നെ ഉണ്ട്. അവിടെ വലിയ ഒരു മുന്നേറ്റം UDFന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. ആ സ്ഥാനത്ത് UDFൻ്റെ വോട്ടുകളുടെ എണ്ണം കുറയുകയും അൻവർ എന്നൊരു ഫാക്ടർ, അൻവറിന് UDFൽ അൻവർ ഒരു ശക്തി കേന്ദ്രമാണ്. ഈ വഴിക്കടവ് എന്ന് പറയുന്ന പഞ്ചായത്തിൽ അൻവറിന് കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ അവിടെ അൻവറിന് വോട്ട് കിട്ടുമോ എന്നുള്ളതാണ് നോക്കേണ്ട കാര്യം. കാരണം 2021 അവിടെ 35 വോട്ടിൻ്റെ ലീഡ് അൻവറിനുണ്ടായിരുന്നു. അന്ന് LDF സ്വതന്ത്രനെ അദ്ദേഹം മത്സരിക്കുമ്പോൾ 35 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് LDFനാണോ ലഭിക്കുക, അത് അൻവറിനാണോ ലഭിക്കുക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ UDFന് എത്രത്തോളം വോട്ട് ലഭിക്കും? ഈ പറയുന്നത് പോലെ തന്നെ 1000-നടുത്ത് വോട്ട് ലീഡ് അവിടെ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വോട്ടുകൾ അത് അൻവറിനാണോ ലഭിക്കുക, LDFനാണോ ലഭിക്കുക എന്നുള്ളതുണ്ട്. പിന്നീട് മുത്തേടം വരുന്നു. മുത്തേടം എന്തായാലും UDFൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ വലിയ ഭൂരിപക്ഷം UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് വരുന്ന പഞ്ചായത്തുകളും സമാന രീതിയിൽ തന്നെ കാര്യമായിട്ടുള്ളൊരു ചലനം LDFന് ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നീട് അവരുടെ പ്രതീക്ഷ പോത്തുകല്ലിലാണ്. പോത്തുകല്ലിൽ ഒരു കാര്യമായിട്ടുള്ളൊരു ചലനം ഉണ്ടാക്കിയെടുത്താൽ, അതായത് ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമാണെങ്കിലും കുഴപ്പമില്ല, പിന്നീട് വരുന്ന പഞ്ചായത്തുകളിൽ അത് ബാലൻസ് ചെയ്യാമെന്നുള്ളൊരു നിഗമനത്തിലാണ് LDF ഉള്ളത്.